ഒരു വേറെ യൂണിവേഴ്സിൽ എത്തിയൊരു ഫീലായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ. നമുക്ക് ഒരു ഇങ്ങനെ ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു ഗെയിമാണ് ഇത് വരുന്നത് കേട്ടോ. വാർ ഹാമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിലാണ് നമ്മൾ പോയത്. അവിടെ നമുക്ക് ഇങ്ങനെ കപ്പിളൊക്കെ ആയിട്ട് ഇതുപോലെ ഒരു ഇങ്ങനെ ആർമീനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് അത് പെയിൻ്റ് അടിച്ച് നമുക്കത് കൊണ്ടുപോകാനും പറ്റും കേട്ടോ ഫ്രീ ആയിട്ട്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും 2 ടൈപ്പ് ഇതാണ്, ഓരോ ആർമികളാണ്. പല ഗെയിമുകൾ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്ര അവെയർ ആയിരുന്നില്ല, എത്ര പേർക്ക് ഇത് അറിയായിരുന്നു എന്ന് പറയട്ടെ. വാർ ഹാമർ എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം, അതിനകത്ത് പല പല കഥകളാണ്. ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേബിൾ ടോപ്പ് മിനിയേച്ചർ വാർ ഗെയിമാണ് ശരിക്കും ഇത് വരുന്നത്. പണ്ടത്തെ ഒരു മെഡീവൽ ഫാൻറ്റസി തീമിലാണ് ഇത് വരുന്നത് കേട്ടോ. നമ്മളിതുപോലത്തെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ആ ഗെയിമിലെ വാരിയേഴ്സാണ് ഇവരൊക്കെ. ഓരോന്നിനും ഓരോ പേരുകൾ വരുന്നുണ്ട് കേട്ടോ. ആ വാരിയേഴ്സിനെ നമ്മൾ ഇതുപോലെ ബിൽഡ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ട് ഇങ്ങനെ കളക്ട് ചെയ്ത് അവരൊരു ആർമീനെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിനകത്ത് ഫേമസ് ആയിട്ടുള്ള 2 എണ്ണമാണ് വരുന്നത് കേട്ടോ. അതിൽ ഓരോന്നിനും ഓരോ പേരുകൾ വരുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും 2 സാധനങ്ങളാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഹസ്ബൻഡ് ഉണ്ടാക്കിയതെന്ന് പറയുന്നത് സ്പേസ് മെറൈനും ഞാൻ ഉണ്ടാക്കിയതെന്ന് പറയുന്നത് സ്റ്റോം കാസ്റ്റ് എന്ന് പറയും. അപ്പോൾ രണ്ടാണ്. വാർ ഹാമർ 40K എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏജ് ഓഫ് സിഗ്മാർ എന്ന് പറഞ്ഞിട്ടുള്ളതും വരുന്നുണ്ട് കേട്ടോ. ആ സ്റ്റാഫാണെങ്കിലും ഭയങ്കര എക്സൈറ്റഡ് കേട്ടോ. അവർ തന്നെ പെയിൻറ്റ് അടിച്ചതാണ് അവിടെ പകുതി മുക്കാലും ഇരിക്കുന്നത് അവിടുത്തെ സ്റ്റാഫുകൾ കേട്ടോ. അപ്പോൾ പെയിൻ്റൊക്കെ ചെയ്യാൻ, ഇതുപോലെ ഒരു കുട്ടി ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഹാമർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ കയറി നോക്കുക. ശരിക്കും അടിപൊളിയാണ്, നല്ലൊരു ആക്ടിവിറ്റി തന്നെയാണ് കേട്ടോ വരുന്നത്. ഓരോ ഡയസ് ത്രോ ചെയ്തിട്ട് അതിന് പല പെർട്ടിക്കുലർ റൂളുകൾ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ചെസ്സൊക്കെ കളിക്കുന്ന പോലെ തന്നെയാണ്, കുറേ റൂളുകൾ വരുന്നുണ്ട്. അതിൻ്റെ ബുക്സ് ഉണ്ട്. പിന്നെ ഇതുപോലെ ഇത് ബിൽഡ് ചെയ്തെടുക്കാനുള്ള ഒരു സെറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കളക്ട് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. അതുപോലെ പെയിൻ്റ് അടിച്ച് നമ്മളുടെ ഇഷ്ടത്തിന് പെയിൻ്റ് അടിച്ച് അത് കളക്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് ഓരോ ഗെയിം കളിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ആക്ടിവിറ്റിയാണ്. ഇത് എവിടെയാണെന്നല്ലേ, ക്രിപ്സ് ക്രോസ്വേലാണ് ബ്രിസ്റ്റോളിലുള്ള. അപ്പോൾ അതുവഴി പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. നല്ലൊരു ആക്ടിവിറ്റി തന്നെയാണ് കേട്ടോ.